ലീവാക്കാലം 2 രൂപ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 25 മുതൽ 31 വരെയും 40 മുതൽ 43 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ഈശോയുടെ വ്യക്തിത്വം. രഹസ്യം. കൂടാര തിരുനാളിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ സംഭവങ്ങൾ അരങ്ങേറുന്നത്. അവന്റെ സമയം ഇതുവരെയും ആയിട്ടില്ലാത്തതിനാൽ ആദ്യം അവൻ തിരുനാളിൽ സംബന്ധിക്കുന്നില്ല എന്നും ശിഷ്യന്മാരോട് തനിയെ പോകാനും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ശിഷ്യന്മാർ പോയതിനുശേഷം രഹസ്യമായി അവൻ തിരുനാളിന് പോവുകയും വിസ്മയകരമായ കാര്യങ്ങൾ അവനെ പഠിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ടപ്പോൾ ഇതിനേക്കാൾ നന്നായി ആരും സംസാരിക്കില്ലെന്നും അതിനാൽ ഇവനാണോ ക്രിസ്തു എന്ന് അവർക്കിടയിൽ തർക്കമുണ്ടാവുകയും ചെയ്തു. വരാനിരിക്കുന്നവൻ എവിടെ നിന്ന് വരുന്നു എന്നത് അജ്ഞാതമായിരിക്കുമെന്നും എന്നാൽ യേശുവിന്റെ നാടും വീടും മാതാപിതാക്കളും സുപരിചിതമായിരിക്കെ അവന്റെ കഴിവിലും ജ്ഞാനത്തിലും അവർ അത്ഭുതസ്തബ്ധരായി തീർന്നു. തന്റെ ആവിർഭാവം ദൈവത്തിൽ നിന്നുള്ളതാണെന്നും താൻ സ്വമേധയാ വന്നവനല്ലെന്നും ഒരിക്കൽ തന്റെ മഹത്വത്തിന് വേണ്ടിയല്ല താൻ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതെന്നും അവൻ പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ ജനനരഹസ്യം ദൗത്യവും ദൈവഹിതപ്രകാരമാകയാൽ അത് മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കുക സാധ്യമല്ല. ദൈവത്തിന്റെ പ്രത്യേക വരം ലഭിച്ചവർക്ക് മാത്രം ലഭിക്കുന്ന അനുഗ്രഹമാണ്.